ട്രംപിന് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു കാലം ഇയാൾ മിണ്ടാതിരിക്കുന്നില്ല, വീണ്ടും ഇന്ത്യക്ക് ഇട്ട് ചൊറിഞ്ഞ് പണി തരികയാണ്. എന്താ സംഭവം? എന്താ? അതായത് ട്രംപ് വിശ്വസിച്ചു കൂട്ടിയിരിക്കുന്ന ചില ധാരണകളുടെ പേരിലാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായേക്കുന്നത്. ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ IT പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, IT ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മേഖലയിൽ തൊഴിലിനെടുക്കുന്നത് ഇന്ത്യക്കാർ, ചൈനക്കാരൊന്നും വേണ്ട എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. ഇപ്പോൾ അമേരിക്കയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് ട്രംപിൻ്റെ ഈ തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ ഒരു AI സമ്മിറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് നിർമ്മിത ബുദ്ധി, അത് സംബന്ധിച്ച് ഒരു സമ്മേളനം നടന്നിരുന്നു. അതിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ നിർണായക പ്രഖ്യാപനം വന്നത്. അതായത് ഇപ്പോൾ IT മേഖലയിലെ ഏറ്റവും വലിയ ഭീമന്മാർ, വലിയ കമ്പനികളെന്നറിയപ്പെടുന്നത് ഒന്ന് ഗൂഗിൾ, ഒന്ന് മൈക്രോസോഫ്റ്റ്. ഈ രണ്ട് കമ്പനികളാണ്. ഇത് നിർഭാഗ്യവശാൽ രണ്ടും അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികളാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യക്കാരെയും ചൈനക്കാരെയും അല്ലെങ്കിൽ അതേപോലെ മറ്റ് രാജ്യക്കാരെയും ഒന്നും ജോലിക്ക് എടുക്കണ്ട എന്നുള്ളത്. രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് വലിയ പേയ്മെൻ്റാണ് കിട്ടുക, ശമ്പള ഇനത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന തൊഴിലാണ്. രണ്ട്, ട്രംപ് പറയുന്നത് ഇത്തരം കമ്പനികൾ, അതായത് അമേരിക്കയുടെ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് രൂപീകരിക്കുന്ന കമ്പനികൾ, ഈ കമ്പനികൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറികളൊക്കെ സ്ഥാപിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലായിരിക്കും, ഒന്നെങ്കിൽ ചൈനയിലായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കും. ജീവനക്കാരെ എടുക്കുന്നതും ഇത്തരം രാജ്യങ്ങളിൽ നിന്ന്, ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ജീവനക്കാരെ നിയമിക്കുന്നു. അതിന് കാരണമുണ്ട്, അമേരിക്കയെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ വേതനം കൊടുത്താൽ മതി ഈ രാജ്യങ്ങളിൽ. അപ്പോൾ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് വരുന്നത്. ഇതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം കൊണ്ടുപോയി കൊടുക്കുന്നത് അയർലൻഡിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ നിയമവ്യവസ്ഥയും അമേരിക്കയുടെ സ്വാതന്ത്ര്യം, അമേരിക്കയുടെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് രൂപീകരിക്കുന്ന കമ്പനികളൊന്നും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് ജീവനക്കാരെ എടുക്കുന്നു അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളിൽ ഫാക്ടറികൾ തുറക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവിടെ കാര്യം കിട്ടുക. വ്യവസായ സംരംഭങ്ങൾ ഏത് തന്നെ ആയാലും ആത്യന്തികമായി ലാഭമാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രധാന മുടക്ക് മുതൽ വേണ്ടി വരുന്നത് ഒന്ന് ഫാക്ടറി സ്ഥാപിക്കൽ, അല്ലെങ്കിൽ മറ്റ് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നതിനുള്ള വില കുറഞ്ഞ് കിട്ടുന്നത്, പിന്നെ തൊഴിൽ ശക്തി, ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ സാധനങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തി കിട്ടുക. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രംപിൻ്റെ മാഗ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് ആ ക്യാമ്പയിൻ. അയാൾ രണ്ടാമത് വന്നപ്പോഴും ആദ്യം വന്നപ്പോഴും ഇത് തന്നെയാണ് മുദ്രാവാക്യം. അതായത് അമേരിക്കയെ വീണ്ടും സമ്പന്നമാക്കുക, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ എന്ത് കാര്യത്തിൽ അമേരിക്കയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, അതായത് അമേരിക്കയിൽ ഉള്ള, അതായത് അമേരിക്കൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അമേരിക്കയ്ക്ക് ആദ്യ പരിഗണന കൊടുക്കണം. അതായത് വ്യവസായശാലകളെല്ലാം അമേരിക്കയിലോട്ട് പറിച്ചു നടണം. ഇവിടെയുള്ള അമേരിക്കൻ പൗരന്മാരെ പരിഗണിക്കണം. അവരിപ്പോൾ അവഗണിക്കപ്പെടുകയാണ്. അമേരിക്കയിലുള്ള പൗരന്മാർക്ക് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു IT പ്രൊഫഷണലിന് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം എന്ന് കരുതുക. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ആ 1 ലക്ഷം രൂപ മാസ ശമ്പളം അയാൾക്ക് വലിയൊരു തുകയാണ്. പക്ഷേ ഇതേ ശമ്പളമായിരിക്കില്ല അമേരിക്കയിൽ കിടക്കുക. ഇതേ തൊഴിലിന് അമേരിക്കൻ ഡോളറിൽ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരും. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അമേരിക്കയുടെ നിലവാരം അനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കമ്പനികൾക്ക് മുതലാകില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർക്ക് വലിയ ചിലവുണ്ടാകും. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ നിലപാട് നടപടിയുള്ള കാര്യമല്ല. ഇനി ഈ പറയുന്ന AI സമ്മിറ്റിൽ ട്രംപ് 3 നിർണായക ബില്ല് കൂടി അല്ലെങ്കിൽ നിയമങ്ങളും കൂടി പാസ്സാക്കി. അതിലൊന്നാമത്തത് വിന്നിങ് ദ റേസ് എന്നുള്ളതാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ അമേരിക്ക 1-ാം സ്ഥാനത്താകണം. അപ്പോൾ അതിന് വേണ്ട ഡാറ്റാ ബേസുകൾ നിർമ്മിക്കാനായിട്ടുള്ള ലൈസൻസ്, മറ്റു കാര്യങ്ങൾ, നിയമ നടപടികളൊക്കെ ഉദാരമാക്കുന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. രണ്ടാമത്തത് ഫെഡറൽ ഫണ്ടിങ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വേണ്ട സംഗതികളൊക്കെ രൂപീകരിക്കാനായിട്ട് സർക്കാർ ധനസഹായം കൊടുക്കുക.
അമേരിക്കൻ ഗവൺമെൻറ് ധനസഹായം കൊടുക്കും. അത് ഒരു ആരോപണവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ, അതായത് ബൈഡൻ്റെ ഭരണകൂടം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചത്. അതുകൊണ്ട് ഇത്തരം സംഗതികൾ, അതായത് AI നയങ്ങളടക്കം രാഷ്ട്രീയ ചായ്വോടെയാണ് രൂപീകരിക്കപ്പെട്ടത്. അത് മാറ്റിയിട്ട് സ്വതന്ത്രമായ ഒരു നയം ഉണ്ടാകണമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. പിന്നൊന്ന്, അമേരിക്കയിൽ നിന്നുള്ള മൂന്നാമത്തെ നയം, അമേരിക്കയിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൽപ്പന്നങ്ങളുടെ ലോക വിപണിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ, അതായത് ലോകത്ത് മൊത്തം അമേരിക്കയുടെ കീഴിൽ ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ആശയം. ഇനി മറ്റൊന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്, അത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണെന്ന് പറയുന്നത്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി എന്ന് അതിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല, അതിനെ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ചാൽ മതി. ജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അപ്പോൾ അതിനെ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിച്ച് ചെറുതാക്കേണ്ട, അതിനെ ഒരു ജീനിയസ് ആയിട്ട് വിശേഷിപ്പിക്കണമെന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ട്രംപ് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, അതായത് ഇപ്പോൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ജീവനക്കാരെ എടുക്കുന്നതിന് പകരം അമേരിക്കയിൽ നിന്ന് ജീവനക്കാരെ എടുക്കുക. പക്ഷെ അത് പ്രായോഗികമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിയും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനി, ഇപ്പം നമ്മളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗൂഗിൾ. അതിൻ്റെ CEO ആയിട്ടിരിക്കുന്ന ആൾ സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന ആളാണ്. അയാൾ ഇന്ത്യക്കാരനാണ്. അപ്പോൾ അത്തരം സംഗതികളിൽ, തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യക്കാരുടെ പങ്കിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാത്ത സംഗതിയായിട്ട് നിലനിൽക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്ന നിലപാട് അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കാരണം ഈ കുറഞ്ഞ വേതനത്തിൽ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ, ഇപ്പോൾ ഇന്ത്യക്കാരാണ് ഏറിയ പങ്ക് IT മേഖലയിൽ തൊഴിലെടുക്കുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സംഗതി ഇന്ത്യക്കാരാണ്. അത് വേണ്ടാന്ന് വെക്കുക. ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാനും ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്താനും അവർക്ക് വലിയ പദ്ധതിയുണ്ട്. ഏതാണ്ട് $500 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്താൻ അവർ തയ്യാറാണ്. പക്ഷേ ട്രംപ് അവരെ പറഞ്ഞ് വിലക്കുകയാണ്. ഇന്ത്യയിൽ ഫാക്ടറി നടത്താൻ പാടില്ല, അത് നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകും, ആപ്പിളിനെതിരെ ഞാൻ നിലപാടെടുക്കും. ആ കമ്പനി കൊണ്ട് അമേരിക്കയിൽ സ്ഥാപിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അതേപോലെ ചൈനയുമായിട്ട് ഒരു വ്യാപാര യുദ്ധം ഉണ്ടല്ലോ. അപ്പോൾ ചൈനയിൽ നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനികൾക്കെതിരെ പ്രതികാര നടപടി ആണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായ നയങ്ങൾ, നടപടികളൊക്കെയാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ അമേരിക്കയിലോട്ട് പറിച്ച് നടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. ഒരുപാട് ട്രോളുകൾ, സൈബർ ട്രോളുകൾ വരുന്നുണ്ട്. അതായത് ഈ അമേരിക്കയിൽ ബിയറൊക്കെ കുടിച്ച് നല്ല തടിമിടുക്കന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരിരുന്ന് തുണിമില്ലിലിരുന്ന് തുണി തയ്ക്കുന്നു. അങ്ങനെ കുറേ വീഡിയോകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ നയം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ IT പ്രൊഫഷണൽസിനെ നിയന്ത്രിക്കുന്ന നയം പ്രത്യക്ഷത്തിൽ ഇന്ത്യക്ക് വളരെ ദോഷം ചെയ്യുന്ന സംഗതിയാണ്. അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതിന് ട്രംപ് ഇനി ഒരു വട്ടം കൂടി അധികാരത്തിൽ വന്നാൽ, ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച നയത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുക ഉടനെയൊന്നും ആയിരിക്കില്ല, കുറെ കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഒരു പക്ഷേ ഇനിയും ട്രംപ് അധികാരത്തിൽ വന്നാൽ സ്ഥിതികൾ കുറെ കൂടി സങ്കീർണമാകും.